സൈനസൈറ്റിസ് കാരണം സ്ഥിരമായി ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അലർജിയുടെ സിംറ്റംസ് കുറയ്ക്കാനും അതുവഴി സൈനസൈറ്റിസ് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. സൈനസൈറ്റിസ് കൂടി നിൽക്കുന്ന സമയത്ത് കഴിയുന്നതും നിങ്ങൾ ഡസ്റ്റ് എക്സ്പോഷർ ഇല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ചെറിയ എക്സ്പോഷർ ആണെങ്കിൽ പോലും കൂടുതൽ മ്യൂക്കസ് സെക്രീഷൻ ഉണ്ടാക്കുകയും അതുവഴി കഫം കൂടുതലായിട്ട് നിങ്ങളുടെ സൈനസിൽ കെട്ടി നിൽക്കുകയും സൈനസൈറ്റിസിൻ്റെ വേദന കൂടാനും സാധ്യതയുണ്ട്. സൈനസൈറ്റിസ് ഉള്ള സമയത്ത് കഫം വല്ലാതെ ശക്തിയിൽ മൂക്ക് ചീറ്റി കളയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അധികമായി ചീറ്റുമ്പോൾ നമ്മുടെ മൂക്കിലെ സൈനസ് പ്രഷർ കൂടാനും ചില സമയത്ത് ബ്ലീഡിംഗ് വരെ ഉണ്ടാക്കാനും സാധ്യത കൂടുതലാണ്. റിപ്പീറ്റഡ് ആയിട്ട് സൈനസൈറ്റിസ് വരുന്ന ആൾക്കാർ നിർബന്ധമായും ചെക്ക് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ: മൂക്കിലെ ദശവളർച്ച, നെയ്സൽ പോളിപ്പിൻ്റെ വളർച്ച ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം വരുന്നുണ്ടോ എന്നുള്ളത്, മൂക്കിന് പാലത്തിന് വളവുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അലർജിയുടെ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നോക്കുക. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് കൃത്യമാക്കാതെ നിങ്ങളുടെ അസുഖം മാറില്ല. പൊടിയുള്ള എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ട്രിഗറിങ് സിറ്റുവേഷൻസ് ഉള്ള സ്ഥലങ്ങൾ നിങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. ഇനി ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിങ്ങൾ ഒരു മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ്. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കോൾഡ് വരികയും അത് മാറാതെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ഇതൊരു സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് മാറുകയും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സൈനസൈറ്റിസ് കൂടുതൽ വേഴ്സൺ ആക്കാനും സാധ്യതയുണ്ട്. കൂടാതെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പ്രോപ്പർ ഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് കട്ടിയായി നിൽക്കുന്ന മ്യൂക്കസ് കൂടുതൽ തിന്നാവാനും പുറത്തേക്ക് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തു പോകാനും സാധ്യതയുണ്ട്. സൈനസൈറ്റിസ് കൂടി നിൽക്കുന്ന സമയത്ത് കഴിയുന്നതും എ സിയോടുള്ള എക്സ്പോഷർ കുറയ്ക്കുക. കാരണം എ സിയിൽ നിന്ന് വരുന്ന ഡ്രൈ എയർ നമ്മുടെ മൂക്കിലുള്ള മ്യൂക്കസിനെ കൂടുതൽ തിക്കാക്കാനും അതുവഴി സൈനസൈറ്റിസ് കൂടുകയും ചെയ്യും. ദിവസവും ഒരേ സമയത്ത് കുളിക്കുന്നത് നമ്മുടെ ടെമ്പറേച്ചർ വേരിയേഷൻ കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. തണുത്ത ഭക്ഷണങ്ങൾ, തണുത്ത പാനീയങ്ങൾ, അതുപോലെ തന്നെ പുളിയുള്ള ഭക്ഷണങ്ങൾ, ഇവ പലപ്പോഴും സൈനസിനെയും അലർജിയെയും ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയും ഇത് കഴിയുന്നതും ഒഴിവാക്കുകയും ചെയ്യുക. സൈനസൈറ്റിസ് മാറാൻ ചിലപ്പോൾ വെറും ടാബ്ലറ്റ്സ് മാത്രം മതിയാകില്ല. ഒപ്പം നമ്മുടെ പല ഹാബിറ്റ്സും നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സൈനസൈറ്റിസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അലർജിയെ പറ്റിയിട്ടും സൈനസൈറ്റിസിനെ പറ്റിയിട്ടും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.